സുധി കുഞ്ഞിനെ ദത്തെടുക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് വിശ്വനാഥൻ ഉണ്ണിത്താന്റെ വീട്ടിലെത്തുന്നു. നിങ്ങൾ അവർ രണ്ടുപേരെ ഇങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കണം. അർച്ചനയുടെ കുഞ്ഞിനെ പെരുമ്പടപ്പ് വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ജയന്തിയുടെ ആഗ്രഹത്തിന് തടസ്സം നിൽക്കുന്ന നടരാജൻ അർച്ചന ഗർഭിണിയാണെന്ന സത്യം നിരഞ്ജനയോട് പറയണമെന്ന് വിശ്വനാഥൻ. അർച്ചനയെ കൂട്ടിക്കൊണ്ടു പോകാനെത്തുന്ന ചെവളയിൽ നിന്നും അർച്ചനയെ രക്ഷിക്കുന്ന കാർത്തിയായനിയെ സ്വന്തം കൂടപ്പിറപ്പായിട്ടാണ് കാണുന്നതെന്ന് അർച്ചന. കുഞ്ഞിനെ ദത്തെടുക്കുക എന്ന ആഗ്രഹവുമായി ഗർഭിണിയായ അമ്മാളുവിനെ കാണാനെത്തുന്ന സുധിയും നിരഞ്ജനയും. ആദ്യം നിന്റെ പ്രസവം നടക്കട്ടെ. അർച്ചനയുടെ ഗർഭം രാജപ്പന്റെ നാടകമാണോ എന്ന് വിശ്വനാഥന് സംശയം. എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. അർച്ചനയുടെ മനസ്സിൽ കുഞ്ഞിനോടുള്ള സ്നേഹം മനസ്സിലാക്കുന്ന കാർത്തിയായനി അർച്ചന സുധിയിൽ നിന്നും ഗർഭിണിയായതാണെന്ന് വിശ്വനാഥൻ ഉണ്ണിത്താനോട് പറയുന്നു. ഞാൻ ഈ കേട്ടതൊക്കെ മറക്കാനാ ശ്രമിക്കുന്നത്. കുഞ്ഞിനെ കിട്ടിയാൽ നാട്ടിൽ നിന്ന് മാറി താമസിക്കണമെന്ന് സുധി. അർച്ചനയെ കാണാൻ രേവതിയും അമ്പിളിയും എത്തുന്നു. അർച്ചനയുടെ പ്രസവം വരെ രായപ്പന്റെ മുന്നിൽ ഞാൻ നാടകം. അർച്ചനയുടെ കുഞ്ഞിനെ മുന്നിൽ നിർത്തി വിശ്വനാഥനോട് വിലപേശാൻ ഒരുങ്ങുന്ന കാർത്തിയായനി ഞാൻ SP വിളിക്കും. അർച്ചനയെ കൊണ്ടുപോകാനായി ചെവള കാർത്തിയായനിയുടെ വീട്ടിലെത്തുന്നു. രാത്രി മഴ തുടരുന്നു. ഞാൻ കാണാൻ വന്ന എന്റെ പെണ്ണല്ലേ? നീ വിളിക്കേ. അർച്ചനെ കഥവ് തുറക്കടി. നീ ഒന്നിങ്ങോട്ട് വാടി. അവൾ ഉറങ്ങിക്കാണും. ഞാൻ ചവിട്ടി തുറക്കാവടി. ഇവളാണോടി ഉറങ്ങിയെന്ന് നീ പറഞ്ഞത്? ഒരു കാര്യം ചെയ്, നീ ഒരു ഗ്ലാസും കുറച്ച് വെള്ളം എടുത്തുണ്ടോ? ഞാൻ എടുത്തോണ്ട് വരാം. ഏയ്, നിന്നോടല്ല ഞാൻ പറഞ്ഞത്, ഇവളോടാ. നീ എന്തിനാടി ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? നീ പോയിട്ട് വാ. ഇവളാണോടി സുഖമില്ലാതെ കിടക്കുമെന്ന് നീ പറഞ്ഞത്? രാഘവോ, ഈ സ്ഥലം അത്ര നല്ലതല്ല. നീ വേഗം ഇവിടുന്ന് പോകാൻ നോക്ക്. സ്ഥലത്തിന്റെ കാര്യം നീ വിട്, ഞാൻ അവളെയും കൊണ്ടങ്ങ് പോയേക്കാം. അതെന്ത് പോക്കാടി? നിന്നെ കാണാനല്ലേ ഞാൻ വന്നത്. നീ നിക്കവിടെ, ഇങ്ങോട്ട് പറ. ഞാൻ ആക്സിഡന്റ് ആയി കിടക്കുവന്നല്ലേ രായപ്പൻ നിന്നോട് പറഞ്ഞത്? അത് കള്ളവാ. ഞാൻ അതൊന്നും അറിഞ്ഞില്ല. അയാള് പറഞ്ഞത് കല്യാണം കുറച്ചു നാളത്തേക്ക് നീട്ടി വെക്കണമെന്നാ. നിനക്കെന്തോ വയറ്റിലുണ്ടെന്നോ മറ്റോ അയാൾ പറഞ്ഞു. ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. നിന്റെ കൊച്ചിന്റെ പിതൃത്വം ഞാൻ ഏറ്റെടുത്തോളാം. ഇനി കെട്ടും പൂട്ടുമൊന്നും വേണ്ട. നമുക്കേ കോയമ്പത്തൂർ എന്ന് വിവാഹം രജിസ്റ്റർ ചെയ്യാം. അതല്ലേടി അതിന്റെ ഒരു ശരി. നിന്റെ കൊച്ചിന്റെ തന്ത ഞാനാ. നീ ഈ കാട്ടിൽ കിടന്ന് കൊതുകടി കൊണ്ട് ജീവിക്കേണ്ടവളല്ല. വാ, നമുക്ക് പോവാം. എന്തോന്നാടി ആലോചിച്ചോണ്ട് നിൽക്കുന്നേ? നിന്റെ കൊച്ചിനെ നിനക്ക് വളർത്തണ്ടേ, അതോ പെറ്റു കളയാനാണോ നിന്റെ ഭാവം? നിനക്കിപ്പോ അവളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത് നീയാണോ പറയുന്നത്? നിന്റെ ആരാടി ഇവള്? രായപ്പൻ തരുന്ന 4 മോഹിച്ചാണോടി നീ എന്റെ നേരെ വരുന്നത്? നിന്നെ എനിക്ക് തരാമെന്ന് പറഞ്ഞ് രായപ്പൻ എന്റെ നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ട്. ഇവളെ മോഹിപ്പിച്ച് നിർത്തിയിരിക്കുക അയാള്. നീ വാ വരാൻ. നീ ഇവളെ കൊണ്ട് ഈ വീടിന്റെ പടി കിടക്കില്ല. വെട്ടാനുള്ള ചങ്കുറ്റുണ്ട്, വെട്ടടി. വെട്ടൂടാ ഞാൻ. നിന്റെ മനസ്സിനാടാ എനിക്കും. കണ്ണു കാർത്തിയാടാ ഞാൻ. ഒരുത്തനെ വെട്ടിയിടാൻ എന്റെ മനസ്സും കയ്യും വിറക്കത്തില്ലടാ. വിടണ അവളെ. ഒരു പെണ്ണിന് വേണ്ടി ചാവാതെ വിടണ അവളെ. എടാ വിടാൻ. എന്നെ വിശ്വാസമില്ലാത്തത് നിനക്കാ. അവളെ എവിടെ കാത്തു സൂക്ഷിച്ച് തീറ്റി പോറ്റുന്നത് നിനക്ക് വേണ്ടിയാ. നിനക്കെന്റെ വാക്ക് കേൾക്കാൻ വയ്യ അല്ലടാ?
കുറച്ചു മാസം കൂടെ നീ കാത്തിരുന്നേ പറ്റൂ. അവളുടെ കുഞ്ഞിനെ എനിക്ക് വേണം. രായപ്പൻ ഞാൻ ആ കുഞ്ഞിനെ കൊടുക്കത്തില്ല. എന്റെ മനസ്സിൽ വേറെ ചില പദ്ധതികളുണ്ട്. ഒന്നുകൂടി നീ അറിയണം, ഇപ്പോ രായപ്പൻ നമ്മുടെ കളത്തിലില്ല. നീയും ഞാനും മാത്രമേ ഉള്ളൂ. കുഞ്ഞെനിക്കും പെണ്ണ് നിനക്കും. ഞാനത് ചെയ്തില്ലെങ്കിൽ നീ എന്നെ കൊന്നു. മോളെ, ചേച്ചി, അവൻ ഇനി വരില്ല. നിന്നെ ഞാൻ അവന് കൊടുക്കത്തില്ല. ചേച്ചി എന്നെ അയാൾക്ക് കൊടുക്കില്ല എന്ന് എനിക്കറിയാം. ദേ അവള് വരുന്നുണ്ട്. എന്താച്ചാ? കുഞ്ഞിനെ സ്വീകരിക്കാൻ തന്നെ നിങ്ങൾ തീരുമാനിച്ചു അല്ലേ? അതെ. അപ്പോ അവൻ സിംഗപ്പൂരിലേക്കും നീ മൂന്നാറിലേക്കും പോകും. അതാ സുധിയുടെ തീരുമാനം. നിനക്ക് തീരുമാനങ്ങളൊന്നുമില്ലേ? ഞങ്ങളുടെ മുന്നിൽ മറ്റൊരു മാർഗവും ഇല്ല. നിനക്കുറപ്പുണ്ടോ സുധി നിന്നോട് പറഞ്ഞ സത്യമാണെന്ന്? ടെസ്റ്റ് റിസൾട്ട് ഞാൻ കണ്ടതല്ലേ. ഞാനോ ജയന്തിയോ അത് വിശ്വസിക്കില്ല. നിങ്ങൾ വിശ്വസിക്കാതിരിക്കാനുള്ള കാരണം എന്താ? കാരണമുണ്ട്. ഒരു കുഞ്ഞിന്റെ അച്ഛനാവാൻ കഴിവുണ്ടെന്ന് അവൻ ഞങ്ങളുടെ മുമ്പിൽ തെളിയിച്ചിട്ടുണ്ടെങ്കിലോ? ഉണ്ട്. ഇനി നീ അത് അറിയണം. അറിഞ്ഞിട്ട് എന്ത് തീരുമാനവും നിനക്കെടുക്കാം. പോകുന്നെങ്കിൽ ഞാൻ ഈ വീടിന്റെ വാതിൽ തുറന്നിട്ട് തന്നെ പറയുക, അവൻ നിന്നെ ചതിക്കുകയാണെന്ന്. അതേ മോളെ, അർച്ചന അവനിൽ നിന്ന് പ്രഗ്നന്റ് ആയതാ. ഇപ്പോഴും അവനീ സത്യം അറിയില്ല. അറിയാമെങ്കിൽ അവൻ ഇങ്ങനെ ഒരു പെരുങ്കള്ളവുമായി ഞങ്ങളുടെ മുമ്പിൽ വരില്ലായിരുന്നു. വിവരമറിഞ്ഞ് അർച്ചനയുടെ ചിറ്റപ്പനെ ഞാൻ വിളിച്ചു വരുത്തി. ചോദിച്ച കാശ് കൊടുത്ത് അവരുടെ ആഘോഷണം നടത്തി. എന്നിട്ട് അവർ നാടുവിട്ടു പോയത്. ഈ വിവരം മോൾ അവനോട് പറയരുത്. ഗതികേട് കൊണ്ട് അമ്മോളോട് ഇത് പറയേണ്ടി വന്നത്. അവൻ അങ്ങനെ ഒരു തകരാറുണ്ടെങ്കിൽ ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ ഞങ്ങൾ തന്നെ മുന്നോട്ട് വന്നേനെ. മോള് മനസ്സ് വെക്കാതെ അവന് കുഞ്ഞിനെ സ്വീകരിക്കാൻ കഴിയില്ല. ഇപ്പൊ ഇങ്ങനൊരു സാഹസം വേണ്ടെന്ന് മോൾ അവനോട് പറയണം. ഞങ്ങളോട് പ്രതികാരം ചെയ്യാനാണ് അവന്റെ ശ്രമമെന്ന് മോക്കിപ്പം മനസ്സിലായില്ലേ? അവന്റെ കുഞ്ഞിന്റെ അമ്മയാവാൻ എല്ലാ യോഗ്യതയും ഉള്ളവളാ നീ. ഈ വഞ്ചനയ്ക്ക് കൂട്ടിനേക്കാൻ നിനക്ക് കഴിയുമോ? അർച്ചനയുമായുള്ള ബന്ധത്തെപ്പറ്റി സുധി എന്നോട് പറഞ്ഞിട്ടുണ്ട്. സുധിക്കതൊരു പരിശുദ്ധ ബന്ധമായിരുന്നു. നിങ്ങൾ കരുതുന്ന പോലെ ഒരു തെറ്റും അവരുടെ ബന്ധത്തിൽ സംഭവിച്ചിട്ടില്ല. പിന്നെങ്ങനെ അവൾ പ്രഗ്നന്റ് ആവുന്നേ? ഇപ്പൊ ശരിക്കും വിട്ടിയായത് അച്ഛനാ. എനിക്ക് തോന്നുന്നത് അവർ അച്ഛനെ കബളിപ്പിച്ച് പണം തട്ടിയെന്നാ. മോളെ, ഇല്ലാത്ത ഗർഭത്തിന്റെ പേരിൽ അച്ഛൻ തട്ടിപ്പിൽ വീണു. നീ എന്ത് അസംബന്ധമായി പറയുന്നേ? സുധി പറഞ്ഞതെല്ലാം സത്യമാണ്. നിങ്ങൾ പറഞ്ഞപ്പോ എനിക്കും ചില സംശയങ്ങൾ തോന്നിയിരുന്നു. സുധി കണ്ട ഡോക്ടർ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അച്ഛനാ. ഞാൻ അദ്ദേഹത്തെ രഹസ്യമായി ചെന്ന് കണ്ടു. ലാബിൽ നിന്ന് ടെസ്റ്റ് റിപ്പോർട്ടിന്റെ ഒരു കോപ്പി അദ്ദേഹം വരുത്തിനെ കാണിച്ചു. എന്റെ നിർബന്ധം കൊണ്ടാ ഞങ്ങൾ ആദ്യം ഡോക്ടറെ കാണാൻ പോയത്. റിസൾട്ട് കണ്ട് സുധി തകർന്നു പോയി. നമുക്ക് പിരിയാംന്നാ സുധി ആദ്യം പറഞ്ഞ വാക്ക്. എനിക്കതിന് കഴിയില്ലായിരുന്നു. സുധിയിലെ കുറ്റബോധം ഇല്ലാതാക്കാൻ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ മുന്നോട്ട് വന്നത് ഞാനാ. സുധി നശിച്ചു പോകുന്നത് കാണാൻ എനിക്ക് കഴിയില്ലായിരുന്നു. ഒരപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. ഇല്ലാത്ത കഥയുടെ പേരിൽ നിങ്ങൾ ഇനി സുധിയെ ക്രൂശിക്കരുത്. വിശ്വട്ട,
അച്ഛൻ അർച്ചനയെ കണ്ടിട്ടുണ്ടോ? അബോഷൻ നടത്തിയെന്ന് അയാൾ പറഞ്ഞ വിവരമല്ലാതെ മറ്റെന്ത് തെളിവോ ഉള്ളത്? മോളെ, നീ പറയുന്നത് എങ്ങനെ വിശ്വസിക്കും? ഇനിയും അമ്മയ്ക്ക് അത് മനസ്സിലായില്ലേ? ഒന്നാം തരം തട്ടിപ്പാ ആ രാജപ്പൻ അർച്ചനയെ വെച്ച് നടത്തിയത്. കേട്ടിടത്തോളം ആരും അതിൽ വീണുപോകും. ചോദിക്കുന്ന പണം എറിഞ്ഞു കൊടുക്കാതെ വേറെ നിവൃത്തിയില്ല. പക്ഷെ സത്യസ്ഥിതി ഒന്ന് അന്വേഷിക്കണമായിരുന്നു. അവളെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ പറഞ്ഞെങ്കിൽ അച്ഛനെ പോലെ ഒരു SP ക്ക് ഇതുപോലെ നാണം കെടേണ്ടി വരില്ലായിരുന്നു. ഇനി ഒന്നും ചിന്തിക്കാനില്ല. രാജപ്പൻ എന്നെ ഭംഗിയായി കബളിപ്പിച്ചു. അളിയ അത് പിന്നെ നടരാജൻ പിന്നെ അതിൽ പിടിച്ച് നിൽക്കുകയാണോ? ആ പെണ്ണെന്ന് തഞ്ചത്തിൽ സംസാരിച്ചപ്പോ നടരാജൻ അതിൽ വീണുപോയി. താനും ജയന്തിയും അവൾക്കില്ലാത്ത പരിവേഷവും കൊടുത്തു. ഞാനും അത് വിശ്വസിച്ചു. എനിക്കിപ്പോ ലജ്ജയാ തോന്നുന്നേ. സുധിക്ക് തകരാറുണ്ടെന്നാണോ അളിയൻ പറയുന്നത്? സുധി പറഞ്ഞതാണോ സത്യം, രാജപ്പൻ പറഞ്ഞതാണോ സത്യമെന്ന് എനിക്ക് തിരിച്ചറിയണം. രാജപ്പൻ എന്റെ കയ്യിൽ നിന്ന് പലപ്പോഴായി വാങ്ങിയ പണത്തിന്റെ കണക്ക് നടരാജൻ അറിയാമല്ലോ. പണം പോയാലല്ല നടരാജൻ എനിക്ക് വിഷമം. വെറുമൊരു നാലാങ്കട ഫ്രോഡ് എന്നെ പറ്റിച്ചു എന്ന് ഓർക്കുമ്പോഴാണ്. സുധി പറഞ്ഞതാണ് സത്യമെങ്കിൽ ആ രാജപ്പനെ ഞാൻ ബാക്കി വച്ചേക്കില്ല. അളിയൻ എന്തോ തീരുമാനമെടുത്ത പോലെ ഉണ്ടല്ലോ. നമ്മൾ പോയി ആ പെണ്ണിനെ കാണുന്നു നാളെ തന്നെ. സംശയം മാറാൻ ആ ഒരു വഴി മാത്രമേ ഉള്ളൂ. രാജപ്പനറിയാതെ അർച്ചനയുള്ള വീട്ടിലേക്ക് നമുക്ക് പോകാനാവില്ല. നമ്മുടെ നീക്കത്തിൽ രാജപ്പന് സംശയം തോന്നാനും പാടില്ല. അവൻ നമ്മളെ കബളിപ്പിക്കുകയാണെങ്കിൽ കുടുംബവുമായി അവൻ രക്ഷപ്പെടും. അത് പാടില്ല. അവനെ ഇവിടെ വിളിച്ചു വരുത്തി വേണം നമുക്ക് അങ്ങോട്ട് പോവാൻ. എങ്കിൽ രാജപ്പനെ വിളിച്ച് ഇങ്ങോട്ടൊന്ന് വരാൻ പറ. എന്താ സാറേ? രാജപ്പനെ കണ്ടിട്ട് കുറച്ചു ദിവസം ആയല്ലോ. ഓട്ടം കഴിച്ച് വണ്ടി നിറയുള്ളൂ സാറേ. പെണ്ണിന് വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ഇല്ല സാറേ, ഞാൻ എന്നും വിളിച്ച് പെണ്ണോട് ചോദിക്കാറുണ്ട്. അവൾ എവിടെയെന്നാ പറഞ്ഞത്? അച്ചൻകോവില്ല, അച്ചൻകോവില്. പിന്നെ രാജപ്പനൊന്നും ഇങ്ങോട്ട് വാ. എപ്പോഴും കയ്യിൽ കുറച്ച് കാശ് വച്ചേക്കണം. ഒരാവശ്യം വന്നാൽ അതിന്റെ പേരിൽ ബുദ്ധിമുട്ടരുതല്ലോ. ഞാൻ രാവിലെ അങ്ങോട്ട് വരാം സാറേ. ഗസ്റ്റ് ഹൗസിലോട്ട് വന്നാൽ മതി. നാളെ തന്നെ 1 ലക്ഷം രൂപ രാജപ്പന് തന്നേക്കാം. ഞാൻ എത്തിക്കോളൂ സാറേ. അവൻ വരും. അവളുടെ അടുത്തേക്ക് പോകുന്നത് 2 വണ്ടിയിലാവണം. ഒന്നിൽ നമ്മൾ, മറ്റേതിൽ രാജപ്പനും നടരാജന്റെ പിള്ളേരും. എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തോളാം. അവൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ തീർത്തേക്കണം അവനെ. നിരഞ്ജന, കരയരുത്. നിന്റെ മുന്നിലെങ്കിൽ ഞാൻ ഒന്ന് പൊട്ടിക്കരഞ്ഞോട്ടെ. എന്തുകൊണ്ടാണ് സുധി എന്നെ അകറ്റിയെന്ന് നിനക്കിപ്പോ മനസ്സിലായില്ലേ? സുധിയുടെ അച്ഛനിൽ നിന്ന് തന്നെ എനിക്കത് അറിയേണ്ടി വന്നു. അച്ഛനോടുള്ള വെറുപ്പ് എന്നെ തീർത്തതല്ല, അർച്ചനയോടുള്ള പ്രണയവും അല്ല. അതിനേക്കാളൊക്കെ ഉപരി സുധിയുടെ മനസ്സിലുണ്ടായ കുറ്റബോധമാണ്. അർച്ചന പ്രഗ്നന്റ് ആയ വിവരം സുധിക്കറിയോ? ഇല്ല. അർച്ചനയും കുടുംബവും നാടുവിട്ട ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. കുഞ്ഞിനെ അബോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാ. വിശ്വനാഥൻ സാർ അത് ചെയ്യുമെന്ന് ആർക്കാ അറിയാത്തത്? ആ ധൈര്യം മനസ്സിലുള്ളതുകൊണ്ടല്ലേ നിന്റെ മുമ്പിൽ ഇങ്ങനൊരു വെളിപ്പെടുത്തലിന് വിശ്വനാഥൻ സാറിന് ധൈര്യം വന്നത്. നീ ഈ വിവരം സുധിയോട് പറയരുത്. നിന്റെ നാവിന്നത് വീണുപോയാ ഇതുവരെ ചെയ്തതൊക്കെ വെറുതെ ആവും. ഞാനിത് പറയില്ല. അതെന്റെ മനസ്സിൽ തന്നെ ഇരിക്കും. അതുകൊണ്ടല്ലേ അതേ നാണയത്തിൽ തന്നെ ഞാൻ തിരിച്ചടിച്ചത്. അവർ കൺഫ്യൂഷൻ ആയിട്ടുണ്ടെന്ന് ഉറപ്പാ.
അതിന്റെ സത്യാവസ്ഥ അറിയാൻ വിശ്വനാഥൻ സാറ് ശ്രമിക്കില്ലേ? അർച്ചനെ അന്വേഷിച്ച് പോവില്ലെന്നാണോ നീ കരുതുന്നത്? പോയെന്ന് വരും. അവിടെ ചെന്ന അബോഷൻ നടന്നില്ലെന്ന് അവർ പറയില്ല. അവർക്കങ്ങനല്ലേ പറയാൻ പറ്റൂ. അപ്പോ നീ പറഞ്ഞത് കള്ളാവില്ലേ? ഒന്നും ഓർക്കാതെയല്ല ഞാനത് പറഞ്ഞത്. അർച്ചന പ്രഗ്നന്റ് ആയെന്ന വിവരം മാത്രമേ സുധിയുടെ അച്ഛൻ അറിഞ്ഞിട്ടുള്ളൂ. സുധിയുടെ അച്ഛൻ അർച്ചനയെ കണ്ടിട്ടില്ല. അബോഷൻ നടത്താൻ അവളുടെ ചിറ്റപ്പനോട് ആവശ്യപ്പെടുകയായിരുന്നു. അയാൾ അർച്ചനെ കൊണ്ടുപോയി അബോർട്ട് ചെയ്തെന്ന് സുധിയുടെ അച്ഛനെ അറിയിച്ചു. ഇതിൽ കൂടുതലൊന്നും സുധിയുടെ അച്ഛൻ അറിയില്ല. എന്റെ അറിവിൽ അർച്ചനയുടെ ചിറ്റപ്പൻ ഒരു ഫ്രോഡാ. അയാൾ എന്തൊക്കെ പറഞ്ഞാലും അവളെ വെച്ച് പണം തട്ടാൻ നോക്കിയ കള്ളക്കളിയാണെന്നേ സുധിയുടെ അച്ഛൻ വിശ്വസിക്കത്തുള്ളൂ. എനിക്കൊരു സമാധാനമില്ല. ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നെന്ന് ഒരു നിശ്ചയവും. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അന്വേഷിച്ചു പോവാൻ സുധിയുടെ അച്ഛൻ തയ്യാറായ നാണം കെട്ടി തിരിച്ചു വരും. സുധിക്കൊരു കുഞ്ഞിന്റെ അച്ഛനാകാൻ കഴിയില്ലെന്ന് വിശ്വസിക്കുകയും ചെയ്യും. എല്ലാം ഞാൻ ആഗ്രഹിച്ച വഴിക്ക് വരികയേ സ്നേഹ. സുധിക്ക് തകരാറുണ്ടെന്നറിഞ്ഞ ഞാൻ സുധിയെ വിട്ടു പോകരുതെന്ന് സുധിയുടെ അച്ഛനും അമ്മയും പ്രാർത്ഥിച്ചു തുടങ്ങും. അതിനുവേണ്ടി ഒരു കുഞ്ഞിനെ സ്വീകരിച്ച് എന്നെ സുധിക്കൊപ്പം നിർത്താൻ മുന്നിട്ടിറങ്ങുന്നത് ഇനി അവരാ. അതെ, കാറ്റ് എനിക്ക് അനുകൂലമായി വീശാൻ തുടങ്ങി. മോളെ, നിനക്കിപ്പോ എന്നെ മനസ്സിലായില്ലേ? എനിക്കറിയാം ചേച്ചി എന്നെ കൈവിടില്ലാന്ന്. ചെവളെ കുറ്റം പറയാൻ പറ്റില്ല. രായപ്പച്ചേട്ടൻ നിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞ് അവനെ മോഹിപ്പിച്ചതാ. എന്തുമാത്രം പണം അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെന്നോ? അവൻ നിന്നെ തേടി വരാത്തതിലല്ലേ അത്ഭുതമുള്ളൂ. ചേച്ചി അയാളെ വെട്ടൂന്ന് പറഞ്ഞത് സത്യമാണോ? അവൻ നിന്നെ കൊണ്ട് പോകാൻ പിന്നെ ശ്രമിച്ചെങ്കിൽ ഞാൻ വെട്ടിയിട്ടേന്. എനിക്ക് ഒരുത്തനും പേടിയില്ല. അവനത് നന്നായിട്ടറിയാം. ഇനി വീണ്ടും അയാൾ വരില്ലേ? അവനെ അങ്ങനെ എളുപ്പത്തിലൊന്നും ഒഴിവാക്കാൻ പറ്റത്തില്ല. നിന്നെ കിട്ടിയില്ലെങ്കിൽ രായപ്പച്ചേന്റെ പെമ്മക്കളെ കൊണ്ടുപോകുന്നു ചെവള ഭീഷണിപ്പെടുത്തിയിരിക്കുക. അയ്യോ, കാശും കൊടുത്തിട്ട് അവൻ മണ്ടനായിട്ടിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ പേടിക്കേണ്ടത് ചെവളയല്ല, നിന്റെ ചിറ്റപ്പനെയാ. നിന്നെ വിൽക്കാൻ നടക്കുന്നതേ അയാളാ. എനിക്കതറിയാം ചേച്ചി. നിന്നെ വിറ്റ് കാശുണ്ടാക്കാൻ അയാൾ നോക്കി. 2 പെമ്മക്കൾ അയാൾക്ക്. അതിനുള്ള ശിക്ഷ അയാൾക്ക് കിട്ടും. പാവം കുട്ടികളാ ചേച്ചി. അവർക്ക് ഒരബദ്ധം വരരുതെന്ന എന്റെ പ്രാർത്ഥന. ആ, നീ ഈ മുറിക്കകത്ത് ചടഞ്ഞിരിക്കാതെ പോയി കുളിക്ക്, എന്നിട്ട് കാപ്പി കുടിക്ക്. ബാ. ഇനി അവളുടെ കാര്യത്തിൽ കൂടുതൽ കരുതൽ വേണം. ചേച്ചി ചെവളെ പിണക്കീർത്തിയിരിക്കുക. രായപ്പൻ ചേട്ടനും ഏതാണ്ട് ഔട്ടായി. ഇനി പെണ്ണ് ചാടിപ്പോയാ ചേച്ചിയുടെ കാര്യം കുഴപ്പത്തിലാവും. അവൾ ഇവിടെ ഉണ്ടെന്ന് രായപ്പൻ ചേട്ടന്റെ മക്കൾ അറിഞ്ഞെങ്ങനെയാ? അവൾ വിളിച്ചു പറഞ്ഞിട്ട്. അതുപോലെ അവൾ ആരെയൊക്കെയാണ് വിളിക്കുന്നതെന്ന് ആർക്കറിയാം? ഒരു കാര്യം ഞാൻ പറയാം, ആ ഫോൺ ഇനി അവളുടെ കയ്യിലുണ്ടാവരുത്. അത് അപകടമാണ്. അതെനിക്കറിയാവടാ. പക്ഷേ ഇപ്പോ ആ ഫോൺ ഞാൻ എടുത്തു മാറ്റിയ അവക്ക് എന്നോടുള്ള വിശ്വാസം ഇല്ലാതാ. അതിനൊരു വഴിയുമായിട്ടാ ഞാൻ വന്നത്. ഇതൊരു സിം അല്ലേ? ഇതുകൊണ്ട് എന്ത് ചെയ്യാനാ? ഇത് കട്ടായ സിം കാർഡാ. ചേച്ചി അവളുടെ ഫോൺ ഇങ്ങെടുത്തുക. ഈ സിം അതിലിടാം. നമ്മുടെ കളി അവൾ അറിയാനും പോകുന്നില്ല. അതിന് 2 സിം ഒരു കമ്പനിയുടെ ആവണ്ടേ? ആദ്യം ചേച്ചി അവളുടെ ഫോൺ ഇങ്ങെടുത്തുക. നീ വാ, അവള് കുളിക്കാൻ പോയിട്ടുണ്ടാവും. കുളിച്ചിട്ട് തല നന്നായിട്ട് തോർത്തണേ മോളെ. ശരി ചേച്ചി. കുളിമുറി കയറുമ്പോ തെന്നി വീഴാതെ നോക്കണേ. എടാ, അതിനകത്ത്
ഡാ തുറക്കടാ ഇതങ്ങോട്ട്, തുറന്ന് നോക്കടാ. ഒരേ കമ്പനി ചേച്ചി. രക്ഷപ്പെട്ടു, പെട്ടെന്ന് മാറ്റിയിട. ഇനി അവൾ ആരെയും വിളിക്കില്ല ചേച്ചി. ഇങ്ങോട്ടെത്താ, ഇനി അവൾ വിളിക്കുന്നൊന്ന് കാണണം. വിശ്വേട്ടാ, രാജപ്പൻ നമ്മളെ കബളിപ്പിച്ചാണെന്നാ എനിക്ക് തോന്നുന്നത്. എങ്കിൽ അതിൽ പരം നാണക്കേട് എന്തുണ്ട് വിശ്വേട്ടാ? രാജപ്പൻ ചതിച്ചിട്ടില്ലെന്നാ നടരാജൻ പറയുന്നേ. ആ, നീ ഒന്ന് ഓർത്തു നോക്ക് ജയന്തി. എന്റെ മുന്നിൽ നിന്ന് കള്ളം പറയാൻ ധൈര്യം വരുമോ അവന്? അവന്റെ കുടുംബം ഞാൻ ചുട്ട് ചാമ്പലാക്കുമെന്ന് അവൻ അറിയില്ലേ? ഇതിൽ ആര് പറയുന്നതാ സത്യമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അതിരിക്കട്ടെ, നിരഞ്ജനോടെ ഉണ്ടോ അതോ പോയോ? ഇല്ല, ഉണ്ട്. അവക്ക് സുധിയെ 100% വിശ്വാസാ. അർച്ചനയുമായി സുധിക്ക് തെറ്റായ ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വിശ്വസിക്കുക അവള്. പിന്നെന്തിനാ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്? നാളെ എല്ലാത്തിനും ഉത്തരം കിട്ടും. രാജപ്പനെ കാര്യം പറയാതെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അവനെയും കൊണ്ട് ഞങ്ങൾ അവിടെ കാണാൻ പോകും. അത് തന്നെയാ ഞാൻ വിശ്വേട്ടനോട് പറയാൻ വന്നത്. നിങ്ങളുടെ കൂടെ ഞാനും വരുന്നുണ്ട്. എന്തിനാ? ഏട്ടൻ അവിടെ പോയി അവളെ കണ്ടതല്ലേ? എന്നിട്ട് അവള് പ്രഗ്നന്റ് ആണെന്ന് മനസ്സിലാക്കാൻ ഏട്ടന് കഴിഞ്ഞോ? നിങ്ങളെ വീണ്ടും തെറ്റിദ്ധരിപ്പിച്ചു വിട്ടാലോ? ആ അവസരം നോക്കി രാജപ്പനും കുടുംബത്തിനും രക്ഷപ്പെടാം. എന്റെ മുമ്പിൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഞാൻ പോയി കണ്ട് വെറുതെ മടങ്ങി വരുമെന്നാണോ ജയന്തി കരുതുന്നത്? പിന്നെ 5 മാസം ഗർഭിണിയായ ഒരു പെണ്ണിനെ കണ്ട എനിക്ക് തിരിച്ചറിയാൻ കഴിയും. ജയന്തി എന്തായാലും വരണ്ട. ഇത് വെറുമൊരു യാത്രയല്ല. രാജപ്പൻ പറഞ്ഞത് കളവാണെങ്കിൽ അവൻ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. നിരഞ്ജന പറഞ്ഞത് സത്യമാണെന്ന് എന്റെ മനസ്സ് പറയുന്നു. സുധി കണ്ട ഡോക്ടറെ അവളും ചെന്ന് കണ്ടിരുന്നു. അവള് ബുദ്ധിയില്ലാത്ത പെണ്ണൊന്നുമല്ല. ഓരോന്ന് ആലോചിച്ച രാജപ്പൻ നമ്മളെ സമർത്ഥമായി പറ്റിച്ചതാണെന്ന് മനസ്സിലാവില്ലേ? ആദ്യം സുധിയുടെ ഫോണിലേക്ക് കല്യാണ തലേനാൾ ഒരു പെണ്ണിന്റെ ഫോൺ കോൾ. രാജപ്പൻ വിളിപ്പിച്ചത് അർച്ചനെ കൊണ്ടാണെന്ന് എങ്ങനെ ഉറപ്പിക്കാം? എന്തിന് കല്യാണ തലേനാൾ തന്നെ തെരഞ്ഞെടുത്തു? അർച്ചനെക്കുറിച്ച് ഏട്ടൻ പറഞ്ഞ ഒന്നും ഞാൻ ഇനി വിശ്വസിക്കുന്നില്ല. ചിലപ്പോ അവളും തട്ടിപ്പിന് കൂട്ടുനിന്നതായിക്കൂടെ? അല്ലെങ്കിൽ അവള് രാജപ്പന്റെ ഭീഷണിക്ക് വഴങ്ങിയതായിക്കൂടെ? അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അബോഷൻ നടത്താമെന്ന് പറഞ്ഞു പോയ രാജപ്പൻ അടവ് മാറ്റിയില്ലേ? അബോഷൻ നടന്നാൽ അമ്മയും കുഞ്ഞും മരിച്ചു പോകുമെന്ന കഥയുമായി അയാൾ വന്നു. അതിന്റെ പേരിൽ കിട്ടിയ കാശ് വാങ്ങി അവളുടെ കല്യാണം നടത്താനാ അയാൾ തുനിഞ്ഞത്. വിശ്വേട്ടൻ പറഞ്ഞിട്ടല്ലേ അയാൾ കല്യാണത്തിൽ നിന്ന് പിന്മാറിയത്? അതൊക്കെ ശരിയാ. കല്യാണം നടത്തിയേ തീരുമെന്നുള്ള പിടിവാശിയിലായിരുന്നു അയാള്. എന്റെ നേരെ ഒന്ന് സംസാരിക്കാനും അവൻ തയ്യാറായി. പറഞ്ഞ കള്ള ഒളിപ്പിക്കാൻ കല്യാണമല്ലാതെ അയാൾക്ക് മുന്നിൽ മറ്റൊരു വഴിയില്ലായിരുന്നു. നമ്മൾ ഈ വിവരം അറിഞ്ഞില്ലെങ്കിൽ അടുത്ത സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കുമെന്ന് ഞാൻ പറയാം. പ്രസവത്തിന് മുമ്പ് അവള് ചാടിപ്പോയി എന്ന് ഇവിടെ വന്ന് പറഞ്ഞ അയാൾ തടിയൂരും. ആജീവനാന്തം നമുക്കതൊരു ഷോക്ക് തന്നെയാവും. സുധിയുടെ കുഞ്ഞ് ഏത് നിമിഷവും ഈ വീട്ടുമുറ്റത്തേക്ക് കയറി വരുമെന്ന ഭീഷണിയിൽ നമ്മൾ ജീവിക്കേണ്ടിയും വരും.